പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഡെയിലി മനിയിലേക്ക് ഏവർക്കും ക്രിസ്തീശനാമത്തെ സ്വാഗതം. ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 4, 5, 6. സങ്കീർത്തനം 4. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്നെ പ്രാർത്ഥന കേൾക്കണമേ. നീതിയായ ദൈവം നമ്മൾ ആത്മാർത്ഥമായി കർത്താവിനെ വിളിക്കുമ്പോൾ ഉത്തരമരുളും. ഇരിക്കുന്ന നമുക്ക് വിശാലത വരുത്തും, നമ്മളോട് കൃപ തോന്നി നമ്മുടെ പ്രാർത്ഥനകൾക്കും. ആമേൻ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ചു വ്യാജത്തെ അന്വേഷിക്കും. നമ്മുടെ മാനത്തെ നിന്നയാക്കിയും അവർക്ക് താല്പര്യപ്രകാരമുള്ള മായയെ ആഗ്രഹിച്ച് വ്യാജത്തെ അന്വേഷിക്കുന്ന പുരുഷന്മാർ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നെന്ന് അറിവൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. എന്നാൽ യഹോവ ഭക്തനെ ദൈവം വേർതിരിച്ചിരിക്കുന്നു, അതാണ് സെലക്റ്റഡ് വൺസ്. അങ്ങനെയുള്ളവർ യഹോവ ഭക്തർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കും. ആമേൻ. സങ്കീർത്തനം 5. യഹോവയുടെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. നമ്മൾ പ്രാർത്ഥന പ്രകാരമായിരിക്കും. കർത്താവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. നമ്മുടെ ധ്യാനം അപ്രകാരമുള്ളതായിരിക്കണം. ധ്യാനത്തിങ്ങൾ തീ കത്തും എന്നൊരു വചനം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ധ്യാനം ദൈവം ശ്രദ്ധിക്കും. എൻ്റെ രാജ്യവും എൻ്റെ ദൈവമായുള്ളവ, എൻ്റെ സങ്കടയാതന കേൾക്കണമേ. നിന്നോടുള്ളവോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സങ്കടയാതന നമ്മുടെ ദൈവം നമ്മുടെ രാജ്യവുമായുള്ള ആ ഏകനെ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കും. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കും. എല്ലാവർക്കും കഴിയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വിസിറ്റേഴ്സ് വരുന്നെങ്കിൽ അവർക്കായി ഒരുക്കും. വീട്ടിലുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് അമ്മമാരും ഒക്കെയാണ് ഒരുക്കുന്നത്. വീടായാലും ഫുഡായാലും എന്തുമായാലും. അപ്പോൾ രാവിലെ നമ്മൾ അതിനേക്കാൾ മുമ്പ് ഫസ്റ്റ് ഫസ്റ്റ് പ്ലേസ് ദൈവത്തിന് തന്നെ കൊടുക്കണം. ലവ് മോർ ദാൻ എവരിത്തിങ്. ദൈവത്തെ നമ്മൾ സകലത്തെക്കാളും സ്നേഹിക്കണം. ദൈവമില്ലാതെ ഒന്നുമില്ല. എല്ലാത്തിനും എല്ലാം ദൈവമാണ്. ദൈവത്തിൽ കൂടെ മാത്രമേ സകലരും നമ്മെ സ്നേഹിക്കാൻ ഇടവരൂ. അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങാൻ ദൈവം സഹായിച്ചു. രാവിലെ ദൈവം പുതിയൊരു ദിവസം തന്ന് കൊണ്ട് മാത്രം നമ്മൾ എഴുന്നേറ്റു ജീവനോടുകൂടെ. അപ്പോൾ നമ്മുടെ ക്രിയേറ്ററായ ദൈവത്തിന് എന്തിനും രാവിലെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിനെ ഒരുക്കി കാത്തിരിക്കണം. അതായത് നമ്മൾ തന്നെ ദിനവും യേശുവിൻ്റെ കൂടെ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ട്. ദിനവും കർത്താവിനെ നമ്മൾ ഒരുങ്ങിയിരിക്കണം. വിളക്കുള്ള ബുദ്ധിയുള്ള കന്യകമാരെ പോലെ എപ്പോഴും ഒരുക്കി കാത്തിരിക്കണം. സങ്കീർത്തനം 6. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത്, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം. യഹോവേ, തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ, നിൻ്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ. സംഗീത പ്രമാണിക്ക് തന്ത്രജ്ഞാനത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിനെതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചു, സംസാരിച്ചു, മനസാക്ഷി നമ്മളെ കുറ്റം വിധിച്ചുമായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തോട് ചെല്ലുക. മനുഷ്യൻ ചിലപ്പോൾ കേൾക്കണം എന്നില്ല. നമ്മുടെ നീതിയായാലും നമ്മുടെ ക്ഷമാപണം. അപ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തോട് തന്നെ ചെല്ലുക. ഏത് കാര്യത്തിനും ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആൻഡ് ഫസ്റ്റ് റിസോർട്ട്. നമ്മുടെ പ്രാർത്ഥന പ്രകാരമായിരിക്കും. യഹോവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത്. ദൈവത്തിൻ്റെ കോപം നമ്മളെ ശിക്ഷയ്ക്ക് കാരണമാകും, ദണ്ഡനത്തിന് കാരണമാകും. നമ്മുടെ വാഗ്ദത്തങ്ങൾ താമസിക്കുന്നതിനും നന്മകൾ പ്രാപിക്കുന്നതിനും ഡിലേ വരാൻ കാരണമാകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥന പ്രകാരമായിരിക്കണം. എന്ത് തെറ്റ് സംഭവിച്ചാലും കുറവുകൾ സംഭവിച്ചാലും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക. തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് നിലവിളിക്കുക. ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകാനായി പ്രാർത്ഥിക്കുക. നമ്മുടെ അസ്ഥികൾ ഭ്രമിക്കും. സൗഖ്യമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് അതിനായി യാചിക്കുക. യേശുവിൻ്റെ അടുപ്പിൽ നമുക്ക് സൗഖ്യം ലഭിക്കും. ആമേൻ. സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്ന് യഹോവനെ വിടുവിക്കുന്നു. അപ്പം ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സമീപസ്ഥനാണ്. ഒരിക്കലും ഉടഞ്ഞ പാത്രത്തെ പുതിയ തിരി കർത്താവ് കെടുത്തിക്കളയുകയില്ല. ആമേൻ. അതുപോലെ നീതിമാന്റെ ഒത്തിരി അനർത്ഥങ്ങൾ വരും. പക്ഷേ എല്ലാറ്റിൽ നിന്നും ദൈവം അവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ കപ്പിത്താൻ, ഞാൻ എപ്പോഴും പറയേണ്ട ക്യാപ്റ്റൻ ഓഫ് അവർ ലൈഫ്, പടകുടെ അറ്റം ദൈവം പിടിച്ചിരിക്കും, നമ്മെ രക്ഷിക്കും. ആമേൻ. കർത്താവിനെ നമുക്ക് പിന്തുടരാം. സദൃശവാക്യങ്ങൾ. പ്രോവേർബ്സ് ചാപ്റ്റർ 4, 4-ാം അധ്യായം. മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കാൻ ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചിരുന്നു, എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്കും ഓമനയും ഏകപുത്രനുമായിരുന്നു. ആമേൻ.
സദൃശവാക്യം 5. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായിക്കുക. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലും അവൾ കാഞ്ഞിരം പോലെ കൈപ്പേരുവായി തലയുള്ള വാൾ പോലെ മൂർച്ചയുള്ളവൾ തന്നെ. നമുക്ക് വകതിരിവ് വേണം. നമ്മൾ അധരങ്ങൾ പരിജ്ഞാനം പാലിക്കണം. എന്തിനാണ്? ബോധത്തിനായി നമ്മൾ ചെവി ചായക്കണം, ജ്ഞാനത്തിനെ ശ്രദ്ധിക്കും. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് വരുന്നു തേൻ പോലുള്ള വാക്കുകൾ ഇറ്റിറ്റ് വീഴും, പക്ഷേ അതുപോലെ അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ സോഫ്റ്റാണ്. പിന്നത്തേതിലോ എന്തായിരിക്കും റിസൾട്ട്? അതിൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ, അല്ലെങ്കിൽ വകതിരിവോ പരിജ്ഞാനമോ ജ്ഞാനത്തെ ശ്രദ്ധിക്കുക ബോധത്തിനെ ചായ്ക്കാതെ നമ്മൾ ഇരുന്നാൽ ഇതുപോലുള്ള അനർത്ഥങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എക്സ്പീരിയൻസ് നമുക്കുണ്ടാവുകയും നമ്മൾ അതിൽ പെട്ടുപോവുകയും പിന്നത്തെ ആദ്യം സ്വീറ്റായിട്ട് വരുന്നവർ നമ്മളെ തന്ത്രത്തിൽ ഉൾപ്പെടുത്തി, പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മളെ തന്ത്രത്തിൽ ഉൾപ്പെടുത്തി പിശാചിൻ്റെ കെണിയിൽ വീണിട്ട് പിന്നെ അവളെങ്ങനെയായിരിക്കും? സാത്താൻ്റെ ശക്തിയാണ് അവരെ കൊണ്ടുവരുന്നത്. പിന്നെ ആ കയ്പ് തേന് കയ്പായി മാറും, ഇരുവായുത്തലുള്ള മൂർച്ചയുള്ള പോലെ അവരുടെ വാക്കുകളായിത്തീരും. അപ്രകാരം ആകാതിരിക്കാൻ നമുക്ക് വകതിരിവിനെ കാത്തുകൊള്ളുക, അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കുക, ജ്ഞാനത്തിനായി ശ്രദ്ധിക്കുക, ബോധത്തിനായി ജീവിക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കാം. സദൃശവാക്യം 6. മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യന് വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുള്ള നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിൻ്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കുക. കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ, നീ ചെന്ന് താണം വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കാം. ആമേൻ. കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കരുത്, അന്യന് വേണ്ടി കൈയടിക്കരുത്. സദൃശവാക്യം 7. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെ ഉപദേശിച്ച് നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണു പോലെ കാത്തുകൊള്ളുക. നിൻ്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എൻ്റെ സഹോദരി എന്ന് പറയുക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രമാണിച്ച് അവൻ്റെ കൽപ്പനകൾ ഉള്ളിൽ സംഗ്രഹിക്കണം. നമ്മൾ ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകളെ ഉപദേശിച്ച് നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. ആമേൻ. മത്തായി 3. മാത്യു ചാപ്റ്റർ 3. ആ കാലത്ത് യഹൂദ യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാദം നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാന് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. മത്തായി 4. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. എന്നുത്തരം പറഞ്ഞു. വെളിപ്പാട് 3. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായി നമ്മൾ ഉടുപ്പ് മലിനമാക്കാതെ, കർത്താവ് കള്ളനെ പോലെ വരുന്നുമുണ്ട്. നമ്മൾ ദൈവത്തിനായി പൂർണ്ണതയുള്ളവരായി, ദൈവസനെ പൂർണ്ണതയുള്ളവരായി ചാവാറെ ശേഷിപ്പുകളെ ശക്തീകരിച്ച് ഉണർന്നുകൊള്ളാം. വെളിപ്പാട് 4. അനന്തരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട അതേ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. ഉടനെ ഞാൻ ആത്മവിഷനായി സ്വർഗ്ഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്ന സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോടും സദൃശ്യമായ പച്ചവിൽ. സിംഹാസനത്തിന് ചുറ്റിൽ 24 സിംഹാസനം. വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദൈവങ്ങൾ സിംഹാസനം മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരുന്നു. ആമേൻ. വെളിപ്പാട് 5. റെവലേഷൻ ചാപ്റ്റർ 5. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാണ്. മുദ്രയുടെ ഒരു പുസ്തകം കണ്ട് ആ പുസ്തകം തുറപ്പാൻ എൻ്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ ആരുള്ളെന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും നോക്കുവാനെങ്കിലും യോഗ്യനെ ആരെയും കാണായിക്കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞപ്പോൾ മൂപ്പന്മാരുടെ ഒരുത്തനോട് കരയേണ്ട യഹൂദ ഗോത്രത്തിലെ സമൂഹവും ദാവീദിൻ്റെ പേരുമായ പുസ്തകവും എൻ്റെ 7 മുദ്രയും തുറക്കാൻ തക്കൊണ്ട് ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. തിരുപ്പാദം നമ്പി വந்தேன் கிருபை நிறை இயேசுவே தாமதங்களை கண்டடைந்தேன் தேவ சம
സമൂഹത്തിലെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.